നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കണ്ടീഷൻ വെച്ചത് എനിക്കതാലോചിച്ച പേടി. ബാലമാമൻ ഒരു കാര്യം തീരുമാനിച്ചാൽ തിന്ന് പിന്മാറില്ല. അരവിന്ദേട്ടന് ബാലമാമൻ വാക്ക് കൊടുത്തതാ. കൊടുത്ത വാക്ക് ബാലമാമൻ പാലിച്ചിരിക്കും. അരവിന്ദേട്ടൻ വാക്ക് പാലിച്ച് സ്വത്ത് തിരികെ എഴുതി കൊടുത്തു. പകരം ബാലമാമൻ തിരിച്ചു അങ്ങനെ തന്നെ ചെയ്യും. ശ്രേയയുടെ സ്വഭാവം ബാലമാമൻ അറിഞ്ഞാൽ പോലും വാക്കൊടുത്ത കാരണം കൊണ്ട് ഈ കല്യാണം ബാലമാമൻ നടത്തും. സന്തോഷത്തോടെ ആയിരിക്കില്ല ബാലമാമൻ കല്യാണം നടത്തുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കൊച്ചേട്ടാ. ഈ കല്യാണം നടക്കണമെന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനമായിരിക്കും കക്കോതി. അത് തടയാൻ ആർക്കും പറ്റില്ല. ഇല്ല കൊച്ചേട്ടാ, ഞാനിത് അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഈ കല്യാണം നടക്കാതിരിക്കാനുള്ളത് എനിക്ക് ചെയ്തേ പറ്റൂ. ആരുടെ കാലിൽ വീണിട്ടായാലും ഞാൻ ഈ കല്യാണം നടക്കാതെ നോക്കും. ഏയ് എന്താ ആലോചിക്കാതെ വാ പോവാ. അക്കുച്ചേട്ടൻ പോയിക്കോ, ഞാൻ വന്നോളാം. നീ എവിടെ പോവാ? എനിക്ക് അമൃതേച്ചി ഒന്ന് കാണണം. പെട്ടെന്നെന്താ അമൃതേച്ചിയെ കാണാൻ? അമൃതേച്ചിക്ക് സുഖമില്ലാന്ന് പറഞ്ഞിരുന്നു. ഞാനിന്ന് കണ്ടിട്ട് വരാം. അക്കുച്ചേട്ടൻ പോയിക്കോ. വേണ്ട, നീ കേറ്, ഞാൻ കൊണ്ടാക്കാം അമൃതേച്ചിയുടെ വീട്ടില്. വേണ്ട അക്കുച്ചേട്ടൻ, ഞാൻ ഈ കടത്ത് കടന്ന് പോയിക്കോളാം. ശരി, പെട്ടെന്ന് പറഞ്ഞേ. ചേട്ടാ ഞാനുണ്ട്. വേഗം വാ. നിർത്ത്. ഇതാണ് അമ്മ പറഞ്ഞ എന്റെ ജീവിതത്തിലേക്കുള്ള വഴി. അതേടാ, ശ്രേയെ കാണണമെങ്കിൽ അവളുടെ വീട്ടിലേക്കല്ലേടാ വരണ്ടേ? അപ്പൊ അമ്മ തീരുമാനിച്ചു തന്നെയാണല്ലേ? എന്ത് ചെയ്യുമ്പോഴും ചൂടോടെ ചെയ്യണം, ആറരുത്. ഓ, അമ്മേ തൊഴുതു. നീ വാടാ ഇങ്ങോട്ട്. വാ. വാ. വാ മോനെ. ഇരിക്ക്. ശ്രേയ എവിടെ? ഉണ്ട്, വിളിക്കാം. ശ്രേയേ, മോളെ ശ്രേയേ. ഹായ്. ഹായ്. ആന്റി ഇരിക്കും. വേണ്ട മോളെ, അതിനുള്ള നേരമില്ല. മോള് ഓഫീസിൽ പോയി ഇറങ്ങിയതാ. ഞങ്ങൾക്ക് വീട്ടിലെത്തിയിട്ട് അത്യാവശ്യമുണ്ട്. പെട്ടെന്ന് വന്ന കാര്യം പറഞ്ഞിട്ട് പോവാം. എന്താ ആന്റി, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം ഒന്നുമില്ല, പറയാനുള്ളത് നല്ല കാര്യമാ. ശ്രേയക്ക് ഇപ്പൊ ഞങ്ങൾ എവിടുന്നാ വരുന്നതെന്നറിയോ? രജിസ്റ്റർ ഓഫീസിന്നാ. രജിസ്റ്റർ ഓഫീസിന്നോ? എന്താ കാര്യം? പ്രോപ്പർട്ടി വല്ലതും വാങ്ങിയോ? ഇല്ല, അരവിന്ദിന്റെ പേരിലുള്ള വസ്തുക്കളെല്ലാം അവന്റെ അച്ഛന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പോയതാ. അല്ല ആന്റി, പറഞ്ഞത് മനസ്സിലായില്ല. മോളുടെയും അരവിന്ദിന്റെ കല്യാണം നടക്കണമെങ്കിൽ ഇവന്റെ പേരിലുള്ള സ്വത്തെല്ലാം മാഷിന്റെ പേരിലേക്ക് എഴുതി കൊടുക്കണം നിർബന്ധം പറഞ്ഞു. മാഷ് പറഞ്ഞു വായടച്ചില്ല. മറ്റൊന്നും ചിന്തിക്കാതെ ഇവൻ അതങ്ങ് സമ്മതിച്ചു. എനിക്ക് സ്വത്തിന്റെ ആവശ്യമൊന്നുമില്ല, ശ്രേയാണ് എന്റെ ഏറ്റവും വലിയ സ്വത്തെന്നും പറഞ്ഞു. അപ്പോഴേക്കും പോയി അവൻ രജിസ്റ്റർ ചെയ്തു. മാഷത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മോളെ, ഞെട്ടിപ്പോയില്ലേ? ഇപ്പൊ പേപ്പറിൽ സൈൻ ചെയ്ത് വന്നതേ ഉള്ളൂ. അരവിന്ദ് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? ഒന്നും ആലോചിക്കാതെ പേരിലുള്ളതെല്ലാം എഴുതി കൊടുക്കാന്ന് പറഞ്ഞ? അമ്മ പറഞ്ഞില്ലേ മാഡം, പറമ്പും പാടമൊന്നും എനിക്ക് വലിയ കാര്യമുള്ള കാര്യങ്ങളൊന്നുമല്ല. മാഡത്തിന്റെ എഡ്യൂക്കേഷനാണ് എനിക്ക് ഇമ്പോർട്ടന്റ്. അതിലും വലുത്
മാഡത്തിന്റെ പൊസിഷൻ. എന്നെ കല്യാണം കഴിക്കേണ്ട തീരുമാനം അതിലും വലിയൊരു കാര്യമാണ്. നമ്മൾ ജീവിക്കാൻ പോകുന്ന ജീവിതം മതി എനിക്ക്. ഇതിന്റെയൊക്കെ മുമ്പിൽ സ്വത്തൊന്നുമല്ല മാഡം. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞപ്പോ മറ്റൊന്നും ചിന്തിക്കാതെ എല്ലാം എഴുതി കൊടുത്തത്. അരവിന്ദ് ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല.